ലിപ്സ്റ്റിക്സിനോടുള്ള എൻ്റെ ഒബ്സഷൻ ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെലുള്ള കുറച്ച് ഷെയ്ഡ്സാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഫേസസ് കാനഡയുടെ ലോ കീ ജാം 30 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ബ്രൗൺ സ്കിൻ ടോണിനൊക്കെ അടിപൊളിയാണ്. ഇടുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് തോന്നുമെങ്കിലും ഒറ്റ ലെയർ ഇട്ടാൽ മതി. അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല കളറാണ്. ഫേസ് നല്ലപോലെ എൻഹാൻസ് ചെയ്യുന്നത് കണ്ടോ. എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റ് ആയി. ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക്നെസ് കൂട്ടാനായിട്ട് ഒരു ലെയറും കൂടി ഇട്ടാൽ മതി. ഇനി അടുത്ത് വരുന്ന ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു ലിപ് കളറാണ്. ഇത് ഗേൾ ഓൺ ഫയർ എന്ന് പറയുന്ന ലിപ് കളറാണ്. ഇത് ഞാൻ മേടിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. പിന്നെ ഞാൻ പ്രസ് ചെയ്ത് അടക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഇതുവരെ ഉണങ്ങി പിടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് ഇത്. ലിപ്സ്റ്റിക്ക് ഇടുന്നത് ലൈക്ക് ഇടുന്നത് അറിയാണ്ട് ഇടുന്ന കുറച്ച് ആൾക്കാരില്ലേ, അതായത് ഭയങ്കര ഡാർക്കായിട്ടില്ലാത്ത അവർക്ക് പറ്റിയ അടിപൊളി ഷെയ്ഡാണ്. കറക്റ്റ് ഷെയ്ഡാണ്, ന്യൂഡായിട്ടുള്ള. അപ്പോൾ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഫേസസ് കാനഡയുടെ കോഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക്സിൽ വരുന്ന കോക്കോ ക്രഷ് 07. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം ട്രാൻസ്ഫർ പ്രൂഫൊക്കെ ആയിട്ടുള്ള നല്ലൊരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഓരോന്നോരോന്ന് മാറ്റി മാറ്റിയിട്ട് തുടച്ച് എൻ്റെ ചുണ്ടൊക്കെ പൊട്ടി തുടങ്ങി കേട്ടോ. ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ട് ലാക്മേ ഫോർ എവറിൻ്റെ ഒരു ലിപ് കളറാണ്. റെഡ് സാങ്ക്രിയ എന്ന് പറയുന്ന ഒരു ലിപ് കളറാണ്. ഇതും നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ്. ഇത് ജസ്റ്റ് ഒരു സ്വൈപ്പ് ചെയ്തിട്ടാൽ മതി. ഞാൻ ലൈക്ക് ഡാർക്കായിട്ടും ലൈറ്റായിട്ടും നമുക്ക് ഇടാം. ഞാൻ ഭയങ്കര ലൈറ്റായിട്ടാണ് ഇത് ഇടാറ്. ആൻഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ടിഷ്യൂ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഒപ്പിക്കളയും. അപ്പോൾ ലിപ് കളർ പോലെ ചുണ്ടിൽ അതിൻ്റെ ടിൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടിൻ്റാണ് ഇത്. ചുണ്ടൊക്കെ ആകെ പൊട്ടി. ഇനി അടുത്ത് വന്നിട്ട് ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. ഇത് L18ൻ്റെ ന്യൂട്രി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ തന്നെയാണ്. എന്നാലും സ്കിന്നിനെ നല്ല എൻഹാൻസ് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. പിന്നെ വന്നിട്ട് മാർസ് കോസ്മെറ്റിക്സിൻ്റെ ലീഡിങ് ലേഡി എന്ന് പറയുന്ന മെയ്റ്റ് മോസ് ലിപ്സ്റ്റിക്സ് ആണ്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഷോ സ്റ്റോപ്പറാണ് ഏറ്റവും ട്രെൻഡിങ്. പക്ഷെ എനിക്കിതാണ് കിട്ടിയത്. കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല ഗൈസ്. ഇത് നല്ല പോലെ സ്മഡ്ജാവും. ലൈക്ക് നമുക്ക് ഫങ്ഷൻസിനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ കുറച്ച് പാടാണ്. പിന്നെ എപ്പോഴും റീയൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞ ഫേസിന് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ മാർസ് കോസ്മെറ്റിക്സിൻ്റെ തന്നെ എൻ്റെ കയ്യിൽ നിന്നൊരു ലിപ് ക്രയോൺ ആണ്. ഇത് ഞാൻ ആശിച്ച് മോഹിച്ച് നല്ല സൂപ്പറാന്ന് ഓർത്ത് മേടിച്ചതാണ്. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഓറഞ്ച് ഷെയ്ഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഓറഞ്ച് ഷെയ്ഡ്സ് അങ്ങനെ ചേരാറില്ല. ഇത് ഗേൾ ഓൺ പവർ എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ അടുത്തത് തവണ മേടിച്ചപ്പോൾ ഐ ഹാവ് ഗോട്ട് ദിസ് എന്ന് പറഞ്ഞ വേറൊരു ഷെയ്ഡ് മേടിച്ചു. അത് ഇച്ചിരി കൂടി റെഡാന്ന് ഓർത്താണ് ഞാൻ മേടിച്ചത്. പക്ഷെ അത് ഇടുമ്പോഴും എനിക്കൊരു ഓറഞ്ച് ടൈപ്പ് ഓഫ് കളർ തന്നെയാണ്. അതും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് പിടിച്ചില്ല. പക്ഷേ പിടിക്കുന്നവരുടെ കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ളവർക്ക് ചേരുന്ന സ്കിൻ ടോൺ ലിപ്സ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഗൈസ്. ഇനി കുറച്ച് ലിപ്സ്റ്റിക്സും കൂടി എൻ്റെ കയ്യിലുണ്ടായി. ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്. ബൈ.